ഇന്ന് വല്ലാത്തൊരു കാലത്താണ്. രണ്ട് തരം മനുഷ്യരെ കാണാവുന്ന ഒരു കാലം. അധികാരം കൊണ്ടും കായിക ബലം കൊണ്ടും ലോകത്തിൻ്റെ ആധിപത്യം ഏറ്റെടുത്ത അഹങ്കാരികളായ ചില മനുഷ്യരുള്ള കാലം. ഭയം കൊണ്ടും അന്യായം കൊണ്ടും കീഴ്പ്പെടുത്തപ്പെട്ട അടിമകളെപ്പോലെ ഗതികെട്ടവരായി ജീവിക്കേണ്ടി വരുന്ന അനേകം മനുഷ്യർ ജീവിച്ചു പോരുന്ന, സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും എല്ലാം നാളുകളിൽ നിന്ന് വർഗീയതയുടെയും വംശീയതയുടെയും തുറന്ന ചിത്രങ്ങളിലേക്ക് ലോകം തെന്നി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ രണ്ടു ചേരികളായി തിരിഞ്ഞ് ഒരു വിഭാഗം നീചത്വം പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവർ അതിനിരയാകേണ്ടി വരുന്ന ഒരു നാടകീയ ലോകം. ഫലസ്തീനും സുഡാനും ഗുജറാത്തും കശ്മീരും മണിപ്പൂരും തുടങ്ങി മറ്റനേകം ഇടങ്ങൾ ഓർക്കുമ്പോൾ കണ്ണീര് മാത്രം ബാക്കിയാവുന്നിടത്ത് കരുണവറ്റാത്ത മനുഷ്യരിലേക്ക് താങ്ങിനു വേണ്ടി അപേക്ഷിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകം. പച്ചയായ വംശീയത പേറി വർഗീയതയേന്തി മനുഷ്യ മനസ്സുകളിൽ വിഭാഗീയത കൊണ്ട് മതിൽ കെട്ടുന്ന മനുഷ്യരുള്ള ലോകത്ത് ഹൃദയം കൊണ്ട് മനുഷ്യരെ സ്വീകരിക്കുന്ന മനുഷ്യരാവുക എന്നതാണ് വലിയ പോരാട്ടം. ലോകത്ത് ഇന്ന് പലയിടങ്ങളിലും മനുഷ്യരക്തം കൊണ്ട് കളം വരച്ചു കൊണ്ടിരിക്കുകയാണ്. കേവലം കാണുന്ന ചുറ്റുപാടുകളിൽ മാത്രം ജീവിച്ചു മരിക്കാതെ മനുഷ്യരിലേക്ക് പടരുന്ന ചെറിയ കണ്ണികളുള്ള വലിയ ചങ്ങലകളാവുക, നാളത്തെ പ്രതീക്ഷകളാവുക എന്നത് തന്നെയാണ് ഈ കാലത്തെ മനുഷ്യൻ്റെ കാമ്പ്. ശത്രുതയുടെ മതിൽ തകർത്ത് ഹുബ്ബിൻ്റെ മരങ്ങൾ നടുക. അവ നിങ്ങൾക്ക് ഫലങ്ങൾ തരും, ഒപ്പം തണലും. ഇൻഷാ അല്ലാഹ്.